ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 10-ൽ എലിമിനേഷന് ശേഷം എപ്പിസോഡുകളിൽ സംഭവിച്ചത് ഇതെല്ലാം. 53-ാം എപ്പിസോഡിലാണ് എവിക്ഷൻ ഉണ്ടായിരുന്നത്. അടുത്ത എപ്പിസോഡ് മുതൽ പുതിയ റൗണ്ട് ആരംഭിച്ചിരുന്നു. ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സ് സോങ് റൗണ്ട് എന്നതാണ് പിന്നീട് ആരംഭിച്ച റൗണ്ട്. 3 എപ്പിസോഡുകളിലായാണ് ഈ റൗണ്ട് അവസാനിച്ചത്. ഈ റൗണ്ടിൽ കോൺവെന്റ് സ്കൂളിന്റെ ഓണർ വിധു പ്രതാപ് ഉണ്ടായിരുന്നില്ല. പകരമായി കോൺവെന്റിന്റെ ഓണറായി എത്തിയത് അറിയപ്പെടുന്ന ഗായകനും മ്യൂസിഷ്യനുമായ ഹരിശങ്കറാണ്. മഹാഗുരു KS ചിത്രയും സിതാരയും ഹരിശങ്കറും ഉൾപ്പെട്ടതായിരുന്നു ജഡ്ജിംഗ് പാനൽ. ഈ റൗണ്ട് ഇങ്ങനെയാണ്: ഓരോ മത്സരാർത്ഥിയും അവർക്ക് പ്രിയപ്പെട്ട ഒരു മ്യൂസിക് ഡയറക്ടറെ തിരഞ്ഞെടുക്കണം. ആ മ്യൂസിക് ഡയറക്ടറുടെ ഒരു ഗാനമായിരിക്കണം ഈ റൗണ്ടിൽ മത്സരത്തിനായി പാടേണ്ടത്. 54-ാം എപ്പിസോഡിലാണ് പുതിയ റൗണ്ട് ആരംഭിച്ചത്. ജനുവരി 18-ന് സംപ്രേഷണം ചെയ്ത ഈ റൗണ്ടിൽ 4 പെർഫോമൻസുകളാണ് ഉണ്ടായിരുന്നത്. 2 സ്കൂളുകളിൽ നിന്നും 2 പേർ വീതം. കോൺവെന്റ് സ്കൂളിൽ നിന്ന് ഈ എപ്പിസോഡിൽ പങ്കെടുത്തത് ദിൽരാജ് ഗോപിയും പവിത്രയുമായിരുന്നു. 2 പേർക്കും കിട്ടിയത് 98.5 മാർക്ക് വീതമാണ്. അങ്ങനെ സ്കൂളിന് ആകെ 197 മാർക്ക് ലഭിച്ചു. ഗുരുകുലത്തിൽ നിന്ന് അർജുൻ KC-ക്ക് 99.5 മാർക്കും തീർത്ഥാസത്തിന് 98.5 മാർക്കും. ആകെ ഗുരുകുലത്തിന് ലഭിച്ചത് 198 മാർക്ക്. അങ്ങനെ ഗുരുകുലം എപ്പിസോഡ് വിന്നറായി. അർജുൻ KC ഈ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമറുമായി. ജനുവരി 24-നാണ് അടുത്ത എപ്പിസോഡ്, അതായത് 55-ാം എപ്പിസോഡ് സംപ്രേഷണം ചെയ്യപ്പെട്ടത്. ഈ എപ്പിസോഡിൽ ഗസ്റ്റായി മാജിക് മഷ്റൂം സിനിമയുടെ പ്രവർത്തകരായ നാദിർ ഷയും വിഷ്ണു ഉണ്ണികൃഷ്ണനും ഉൾപ്പെടെ എത്തിയിരുന്നു. നാദിർ ഷയുടെയും ഹരിശങ്കറിന്റെയും പെർഫോമൻസുകൾ ഷോയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഈ എപ്പിസോഡിലും 4 പെർഫോമൻസുകൾ ഉണ്ടായിരുന്നു. ഗുരുകുലത്തിൽ നിന്ന് ശിവപ്രിയ 98.5 മാർക്കും സൂര്യനാരായണൻ 99 മാർക്കും നേടി. കോൺവെന്റ് സ്കൂളിൽ നിന്ന് കൃഷ്ണശ്രീ, സ്വർണ KS എന്നിവർ 97.5 മാർക്ക് വീതം നേടി. ഗുരുകുലം ആകെ 197.5 മാർക്കും കോൺവെന്റ് സ്കൂൾ ആകെ 195 മാർക്കും നേടി. ഈ എപ്പിസോഡിൽ ഗുരുകുലം വിന്നറായി. സൂര്യനാരായണൻ ഈ എപ്പിസോഡിൽ ബെസ്റ്റ് പെർഫോമറായി മാറി.